ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടെ കുറേ പേരുണ്ടാകുമെന്ന് വിചാരിക്കും, അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് ഓരോ അനുഭവങ്ങളും, അത് തരുന്നത് ഓരോ മനുഷ്യരുമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം അതാണ്. ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് വിചാരിച്ച പലരും എൻ്റെ കൂടെ ഇല്ല, ലൈഫ് ലോങ്. പക്ഷെ ജീവിതത്തിൽ അവർ തരുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ തന്ന ഒരുപാട് മനുഷ്യരെൻ്റെ മറ്റൊരു സൈഡിലുണ്ട്. ഞാൻ പഠിച്ചതാണ്. മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നമുക്കേ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മുടെ ലൈഫൊന്നും പോയിട്ടൊന്നുമില്ല. കാശുണ്ടെങ്കിൽ മാത്രമല്ല ലൈഫ്. നമുക്ക് ഒരുപാട് ആൾക്കാർ ചുറ്റുമുള്ളതാണെങ്കിലും ശരി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിലാണെങ്കിലും ശരി, ഇതിലെല്ലാം നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട്. എവറി ഡേ നമ്മൾ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ഒരു അമ്മൂമ്മയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുന്നതിലും സന്തോഷമുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഹാപ്പിയാണോ ഇന്നത്തെ ദിവസം, അതാണ് എൻ്റെ മോട്ടോ. ഞാനിന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാനിന്ന് ഹാപ്പി ആയിരുന്നോ, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. അത് മാത്രം. അതാ ഞാൻ പറഞ്ഞത്, നാളെ രാവിലെ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിന്ന് ഹാപ്പി ആയിരുന്നു എന്ന് എന്നോട് ഞാൻ ചോദ്യം ചോദിക്കും. ഞാനിന്ന് ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ സമാധാനത്തോടെ ഞാൻ ഉറങ്ങും. ഞാനന്ന് ഹാപ്പി ആവാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നെനിക്ക് തോന്നി, ഞാൻ നാളെ 2 കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യും. ഒരു ചോക്ലേറ്റും കൂടി സിത്തുവിന് വാങ്ങിച്ചുകൊണ്ട് പോയി അവൻ്റെ സന്തോഷം കൂടി കാണും. അത് മതി. അത്തരം ചെറിയ കാര്യങ്ങളിലും സന്തോഷമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ഞാൻ കണ്ടെത്താറുണ്ട്. എനിക്ക് എല്ലാ ഇമോഷൻസും ഉള്ളു. ഈ സങ്കടങ്ങൾ, ദേഷ്യമൊക്കെ വരുന്ന ഒരാളാണ് കേട്ടോ. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നു, ഇവർക്കിതൊന്നും അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഹാപ്പിനെസ് വിത്തിൻ യു എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ ഭയങ്കരമായിട്ടും വിശ്വസിക്കുന്നു. അതൊരുപാട് ഞാൻ ആഴത്തിൽ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഒരാളായതുകൊണ്ട് ഞാനിതിൽ നിന്നൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം അത് തന്നെയാണ്. ചില ആൾക്കാർ വരും, ചില ആൾക്കാർ പോവും, ചില ആൾക്കാർ നിൽക്കും. പക്ഷെ അതിലൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ തന്നെ ഹാപ്പി ആയിട്ട് നന്നായി ക്യാരി ചെയ്യുക. പ്രിയപ്പെട്ടവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട്. നമ്മളെപ്പോഴും നോക്കാനുള്ളത് ഒരു ദൈവത്തിൻ്റെ രൂപം പോലെയാണ്. അതിനെ വൃത്തിയാക്കി, അതിനെ നീറ്റാക്കി, അതിനെ നമ്മളെങ്ങനെ കാണും? ദൈവത്തിന് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് വാങ്ങിച്ചു കൊടുക്കുക, അത് വാങ്ങിച്ചു കൊടുക്കുക, അത് ചേർത്തും ഇത് ചേർത്തും ഇതൊക്കെ കാണണം. നമ്മൾ അങ്ങനെ ക്യാരി ചെയ്യുക, നന്നായി നോക്കുക, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ നമുക്ക് ഒരുപാട് പേര്, ഒരു 3 പേരെ കൂടുതൽ നോക്കാൻ പറ്റും. അതുകൊണ്ട് ഹാപ്പിനെസ് വിത്തിൻ യു എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ളത്. എൻഡ് ഓഫ് ദി ഡേ പീസ് ഓഫ് മൈൻഡ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. സമാധാനത്തോടെ ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കാനായാൽ ഹാപ്പി ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എഴുന്നേൽക്കുക, ചെയ്യാനുള്ളത് ചടുകിടും ചെയ്യുക.